എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിനെ റിമൂവ് ആക്കാൻ നമുക്ക് എങ്ങനെ ഇംപീച്ച് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഒരു ജഡ്ജിനെ, സുപ്രീം കോടതി ജഡ്ജിനെ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിനെ റിമൂവ് ആക്കേണ്ടത്, ഇംപീച്ച് ചെയ്യേണ്ട ഫസ്റ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കണക്കാക്കുന്നത് ദറ്റ് ഈസ് ലോകസഭയിലും രാജ്യസഭയിലും ഒരു മോഷൻ കൊണ്ടുവരാം. ലോകസഭയിലത്തെ 100 മെമ്പേഴ്സും അതിൽ സൈൻ ചെയ്യണം. രാജ്യസഭയിലത്തെ 50 മെമ്പേഴ്സും ആ ഒരു മോഷനിൽ സൈൻ ചെയ്യണം. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിസൈഡിങ് ഓഫീസർ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ കൺസിഡറേഷനിലേക്ക് വരും. സ്പീക്കറിൻ്റെ കൺസിഡറേഷനിലേക്ക് വന്ന് അത് ഒരു 3 മെമ്പർ കമ്മിറ്റിക്ക് റെഫർ ചെയ്യാണ് ചെയ്യാം. ദാറ്റ് ഈസ് എൻക്വയറി കമ്മിറ്റിക്ക് റെഫർ ചെയ്യും ആ ഒരു ഇംപീച്ച്മെൻറ്റ്. വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റിയുടെ ബേസിലായിരിക്കണം ആ ഒരു ഇംപീച്ച്മെന്റ്. ഇൻകപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫിസിക്കലി അല്ലെങ്കിൽ മെന്റൽ ഡിസബിലിറ്റിയോ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം ആ ഒരു ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. 3 മെമ്പർ കമ്മിറ്റിയിലുള്ളത് സുപ്രീം കോടതി ജഡ്ജ്, ഹൈക്കോടതിയിലത്തെ ഒരു ചീഫ് ജസ്റ്റിസ്, പിന്നെ ഒരു ജൂറിസ്റ്റ് ആയിരിക്കും ആ ഒരു 3 മെമ്പർ കമ്മിറ്റിയിൽ ഉള്ളത്. ഇപ്പോൾ ഒരു ഇംപീച്ച്മെന്റ് ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഡിസബിലിറ്റിയുടെ പേരിലാണെന്ന് വെച്ചാൽ ദറ്റ് ഈസ് ആ എൻക്വയറി കമ്മിറ്റി ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണം. ആ ഒരു ജഡ്ജിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യണം. എൻക്വയറി കമ്മിറ്റി ആ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ അറേഞ്ച് ചെയ്ത ജഡ്ജ് ദറ്റ് ഈസ് ആ ഒരു മെഡിക്കൽ എക്സാമിനേഷന് തയ്യാറാണ്. എൻക്വയറി റിപ്പോർട്ട് പാർലമെന്റിൽ ലേറ്റ് ചെയ്യും. ദറ്റ് ഈസ് പാർലമെന്റിൽ ലോകസഭയിലും രാജ്യസഭയിലും ദറ്റ് ഈസ് സ്പെഷ്യൽ മെജോറിറ്റിയോടെ പാസ്സാവണം. ദറ്റ് ഈസ് 2/3 വോട്ട് ആ ഒരു റിപ്പോർട്ടിന് കിട്ടണം. കിട്ടി കഴിഞ്ഞിട്ട് ആ ഒരു മോഷൻ പാസ്സായി കഴിഞ്ഞാൽ പ്രസിഡൻഷ്യൽ ഓർഡറിൽ കൂടെ ഈ സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് റിമൂവ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുവെച്ചാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.